ഹായ് അങ്ങനെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. വളരെ ശോകം. അതായത് ശനിയാഴ്ചയിലെ എപ്പിസോഡും മോശമാണ്, ഞായറാഴ്ചത്തെ എപ്പിസോഡും മോശമാണ്. സാധാരണഗതിയിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് നന്നാവാറുമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ദുരന്തമായി എന്നുള്ളത് തന്നെയാണ്. ലാലേട്ടന് തന്നെ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അതായത് ലാലേട്ടൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു താല്പര്യമില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത്? കാര്യമായി പറയാൻ ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചു ഷാനവാസിന്റെ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമെന്നും ഷാനവാസിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമെന്നും. പക്ഷെ അതുണ്ടായില്ല. ആരിന്റെ സീക്രട്ട് ടാസ്ക് ഷാനവാസ് കുളമാക്കി എന്ന് പറഞ്ഞ് ഷാനവാസിനെ അങ്ങ് ഫയർ ചെയ്യുകയായിരുന്നു ലാലേട്ടൻ. പിച്ച് ചീന്തുകയായിരുന്നു. പക്ഷെ ഈ ടാസ്ക് ഷാനവാസ് ഗംഭീരമാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു ഷാനവാസിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും, ഷാനവാസ് ഗംഭീരമായി എന്ന് പറയും എന്ന്. പക്ഷെ ഇതുണ്ടായില്ല. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, പക്ഷെ ഷാനവാസ് ഗംഭീരമായി ചെയ്തു എന്ന് ലാലേട്ടൻ പറഞ്ഞില്ല. തീർച്ചയായും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ലാലേട്ടന്റെ വായിൽ നിന്നും അത് വന്നില്ല. അതുപോലെ തന്നെ അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ്. ജയിലിന്റെ മുന്നിൽ വെച്ച് അനീഷിന്റെ നാടകാഭിനയം. തീർച്ചയായും അനീഷിന് കൃത്യമായിട്ട് അറിയാം, ഇങ്ങനെ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തന്റെ ഫാൻസ് അതെടുത്ത് കൊണ്ടാടും. തന്റെ PR ടീമുകൾ അതിനെ സെന്റി മ്യൂസിക് എല്ലാം ഇട്ട് അങ്ങ് പ്രൊമോഷൻ കൊടുക്കുമെന്ന് കൃത്യമായിട്ട് അനീഷിന് അറിയാം. അനീഷിന്റെ ഗംഭീര അഭിനയമായിരുന്നു. വളരെ സങ്കടത്തോടെ അതിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷ് ഇത്രയും സങ്കടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനീഷ് ആകെ തകർന്നു പോയി. കാരണം ജയിലിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അനീഷാണ് ഈ ജയിലിന്റെ ഐശ്വര്യമെന്ന്. അനീഷിന് സങ്കടം സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്. ആരാണ് കള്ളത്തരം കാണിച്ചത്? അവിടെ അനീഷ് മാത്രമാണ് കള്ളത്തരം കാണിച്ചത്. ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്ന്. പിന്നെയും അങ്ങനെ തന്നെയാണ് അനീഷ് ചെയ്തത്. ബാക്കി എല്ലാവരും വളരെ കൃത്യമായി ചെയ്തപ്പോൾ അനീഷ് മാത്രം എന്താണ് അങ്ങനെ ചെയ്തത്? അനീഷിന്റെ പല ഗെയിമുകളും ഇങ്ങനെ തന്നെയാണ്. അനീഷിന് തോൽക്കാൻ മനസ്സില്ല. ഏത് വിധേനയും എന്ത് ചെയ്തിട്ടായാലും അനീഷിന് ജയിച്ചേ മതിയാവൂ എന്നുള്ളൊരു ചിന്തയാണ്. അവിടെ കള്ളത്തരം കാണിക്കും, എല്ലാം ചെയ്യും. അത് അനീഷ് മാത്രമേ ചെയ്യാൻ പാടൂ എന്നുള്ളതാണ്. മറ്റാര് ചെയ്താലും അനീഷ് ഇത് വിടില്ല. അനീഷിന് പക്ഷേ അത് ചെയ്യാം. സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഉടായ്പാണ് ഇന്നലെ തുറന്നു കാണിച്ചത്. അത് വേറെ കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വഴക്ക് പറഞ്ഞത് വിഷമമായോ എന്ന്. തീർച്ചയായും നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് ആ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഷാനവാസിനോട് കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളെ വിളിക്കുന്നു, അനീഷിനെ വിളിക്കുന്നു. നിങ്ങൾ വിഷമിക്കരുത്, സന്തോഷമായിരിക്കൂ എന്ന് പറയുന്നു. അതിൽ വലിയൊരു ക്ലൂ ഉണ്ട്. തീർച്ചയായും ഇവർ തന്നെയാണ് ടോപ്പ് 3 എന്നുള്ളത് തന്നെയാണ്. ബിഗ് ബോസ് എന്താണ് എന്ന് അറിയുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് ആദ്യം മുതൽ കാണുന്ന ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് കത്തും. തീർച്ചയായും ഇവർ തന്നെയാണ് ടോപ്പ് 3 എന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. കാരണം ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ബിഗ് ബോസ് നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ്. അവർക്കറിയാം അവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്. അതായത് അനീഷ്, അനുമോൾ, ഷാനവാസ്, ഇവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 പേരെയും വിളിച്ച് സന്തോഷമായിരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തിയത്. എന്തായാലും 2 എപ്പിസോഡും ശോകമായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഗംഭീരമാവും എന്ന് വിചാരിക്കാം. ലക്ഷ്മി ഔട്ടായി, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്രയൊക്കെ നടന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.